നമസ്കാരം. ശ്രീ കെ എം ഷാജഹാൻ CPM-ന്റെ മേഖലാ യോഗങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞിട്ട് പാർട്ടിയുടെ തിരുത്തലുമൊക്കെയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുതൽ തന്നെ നമ്മളിതിനെ പിന്തുടർന്ന് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വളരെ ഗൗരവമായിട്ട് തന്നെ വിഷയം കൈകാര്യം ചെയ്യുന്നു. ഷാജഹാൻ പറഞ്ഞതുപോലെ തന്നെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഇനി എന്താണ് ഇതിൻ്റെ തുടർചലനം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ആ തുടർചലനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാസർഗോഡെയും കണ്ണൂർ ജില്ലകളെ ഉൾപ്പെടുത്തി ആദ്യ മേഖലാ യോഗം CPM-ന്റെ രാഷ്ട്രീയ തലസ്ഥാനത്ത് നിന്ന് തന്നെ ആരംഭിച്ചു. അവിടെ അതിശക്തമായിട്ട് കാര്യങ്ങൾ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ചു. പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന വിഭാഗത്തിൻ്റെ വോട്ട് നഷ്ടപ്പെട്ടതും നേതാക്കളുടെ ശൈലി മാറ്റവും സർക്കാരിൻ്റെ വീഴ്ചകളും വിശദീകരിക്കുന്നതാണ് കാരാട്ട് അവതരിപ്പിച്ച കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. ഇത് ലോക്കൽ സെക്രട്ടറിമാർ മുതൽ അങ്ങോട്ട് മുകൾ തട്ടിലുള്ളവർ വരെയാണ് ഈ മേഖലാ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. 3 ഇടത്തായിട്ടാണ് നടക്കുന്നത്. ഇനി എറണാകുളം, അത് കഴിഞ്ഞാൽ പിന്നീട് കൊല്ലം, അത് കഴിയുമ്പോൾ സംസ്ഥാന കമ്മിറ്റി ഈ തിരുത്തൽ രേഖയ്ക്ക് അന്തിമമായിട്ടുള്ള രൂപം നൽകുകയും ചെയ്യും. അപ്പോൾ അതുവരെ CPM ഒരു കേഡർ പാർട്ടിയാണ്. അതിൻ്റെതായ രീതി അനുസരിച്ച്, അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലാ യോഗം ആദ്യത്തെ കണ്ണൂരിൽ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏത് തരത്തിൽ വിലയിരുത്താം? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങിയ ദിവസം മുതൽ തന്നെ തുടർന്ന ഒരു എക്സർസൈസാണിത്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തി നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനിക്കപ്പെട്ട ഒരു പ്രവർത്തന പരിപാടിയുടെ ഭാഗമായിട്ടാണ് 3 മേഖലാ യോഗങ്ങൾ കൂടുന്നതിന് മുന്നോടിയായി കണ്ണൂരിൽ പ്രകാശ് കാരാട്ട് പങ്കെടുക്കുന്ന ഈ യോഗം നടന്നിട്ടുള്ളത്. ഈ യോഗത്തിൽ യഥാർത്ഥത്തിൽ ഈ സീതാറാം യെച്ചൂരി കൂടി പങ്കെടുക്കുമെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിൻ്റെ തീരുമാനം. അപ്പോൾ സംസ്ഥാന സെക്രട്ടറിൻ്റെ തീരുമാനം എന്തായിരുന്നുള്ളത് നമ്മളൊന്ന് തിരിഞ്ഞൊന്ന് നോക്കുമ്പോൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അതിൻ്റെ നിരീക്ഷണങ്ങൾ റിപ്പോർട്ടാക്കി അത് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ചു അവതരിപ്പിച്ചതിന് ശേഷം ആ സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്ത തീരുമാനമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ്, ഈ 2-ാം തീയതി മുതൽ 3 മേഖലാ യോഗങ്ങൾ നടക്കുമെന്നും ആ മേഖലാ യോഗങ്ങൾക്ക് ശേഷം താഴെത്തട്ടിലേക്കുള്ള ഇതിൻ്റെ റിപ്പോർട്ടിങ് നടക്കുമെന്നും താഴെത്തട്ടിൽ പാർട്ടി അണികളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംവാദം നടക്കുമെന്നുമുള്ള തീരുമാനമാണ് അന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായത്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ആദ്യത്തെ മേഖലാ യോഗം കൂടിയിരിക്കുന്നത്. ഇതിനിടയിലുണ്ടായ ഒരു സംഭവവികാസം എന്ന് പറയുന്നത് 28-30 തീയതികളിൽ ഡൽഹിയിൽ ചേർന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം. അതാണ് ഇതിനിടയിലുണ്ടായിട്ടുള്ള ഒരു കാര്യം. ഇതിൽ തിരുത്തൽ നടപടികൾ ആരംഭിച്ചു എന്നുള്ളത് വിജയനാഥ് പറഞ്ഞു. അത് തിരുത്തൽ നടപടികളുടെ ഫലപ്രാപ്തി എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കാര്യങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ അതേ പാതയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കണ്ണൂരിൽ ഈ മേഖലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ എവിടെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്നും എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതും എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചന നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ വിശദമായി പരിശോധിക്കണമെങ്കിൽ അത് സംബന്ധിച്ചൊരു ചെറിയ വാർത്ത മലയാള മനോരമയിൽ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് എന്താണ്, ത്രിപുരയിലും ബംഗാളിലെയും തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം പാർട്ടി തകരുമെന്ന് കേരള ഘടകത്തിന് CPM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിൻ്റെ മുന്നറിയിപ്പ്. ഞാനത് 5-6 സെൻസ് ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ വിശകലനത്തിലേക്ക് പോകാം. ഈ ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു വരാനായിട്ട് പിന്നീട് കഴിഞ്ഞിട്ടില്ല. പലവട്ടവും പലതരത്തിലുള്ള സഖ്യമൊക്കെ ശ്രമം നടത്തി. അതെ, ഞാനതിലേക്ക് വരാം. വിശേഷിച്ചൊന്നും ചെയ്യാതെ തന്നെ CPM കേന്ദ്രങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റത്തിൻ്റെ കാരണം മനസ്സിലാക്കണം.
മൂന്നാമത്തെ വാചകം എന്താണ്? അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമമുണ്ടാവണം. നാലാമത്തെ വാചകം ബലഹീനതകൾ തിരുത്തി മനസ്സിലാക്കി തിരുത്തണം. തെരഞ്ഞെടുപ്പ് പ്രചരണം പോട്ടെ, കണ്ണൂർ ജില്ല അതും പോട്ടെ. തെറ്റുതിരുത്തിയാൽ മാത്രം പോരാ, അത് അത്രയും പ്രകാശകരമായിട്ട് പറഞ്ഞ 4 വാചകം. ഇനി അതിനുശേഷം എം വി ഗോവിന്ദൻ പറഞ്ഞതിലേക്ക് വന്നാൽ തെറ്റുതിരുത്തിയാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. ഗോവിന്ദൻ പറഞ്ഞു തിരുത്തലിന് ഓരോ സഖാവും തയ്യാറാവണം. നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാവരുത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മനസ്സിലാക്കാൻ ബൂത്ത് മുതൽ ബ്രാഞ്ച് തലം വരെയുള്ള പരിശോധന വേണം. എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാവണം. വിദ്യാർത്ഥി യുവജന സംഘടനകളും തിരുത്തലിന് തയ്യാറാവണം. ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം ഉൾക്കൊള്ളണം. ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രകാശ് കാരാട്ടും സംസാരിച്ചിട്ടുണ്ട്, എം വി ഗോവിന്ദനും സംസാരിച്ചിട്ടുണ്ട്. പ്രകാശ് കാരാട്ട് പറഞ്ഞൊരു 5 വാചകങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ. എം വി ഗോവിന്ദൻ കേന്ദ്ര കമ്മിറ്റിയിൽ പറഞ്ഞത് വേറൊരു തരത്തിലായിരുന്നു. അവിടുന്ന് അതിന് വേണ്ട തരത്തിലൊരു കൊട്ട് കിട്ടി. അതായത് ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ടുള്ള ഒരു സഖ്യത്തിലേക്ക് പോയത് കൊണ്ടാണ് ഇവിടെ UDF ഒരു തരംഗം. അത് എം വി ഗോവിന്ദനാണോ അതോ ഇവിടുന്ന് പോയവരാണോ എന്നറിയില്ല. എന്തായാലും അത് അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇത് സംഭവിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ CPMന്റെ ഈറ്റില്ലമായിട്ടുള്ള 2 ജില്ലകൾ, അതായത് കണ്ണൂർ, കാസർഗോഡ്. കണ്ണൂരിലെയും കാസർഗോഡിലെയും പാർട്ടിയുടെ സാന്നിധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് സമ്പൂർണ്ണമാണ്. ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് കണ്ണൂരിലും കാസർഗോഡിൽ എന്തോ 1-2 സീറ്റാണ് നിയമസഭയിൽ, അല്ലേ? 1-2 സീറ്റ് മുസ്ലിം ലീഗിന് കാസർഗോഡുണ്ട്. കണ്ണൂരിൽ പിന്നെ ഇരിക്കൂറാണെന്ന് എനിക്ക് തോന്നുന്നു. ഇരിക്കൂറിൽ നിന്ന് ഒരു സീറ്റ് കോൺഗ്രസിനുണ്ട്. അതാണ് നിയമസഭ. ലോക്സഭ പിന്നെ തിരിഞ്ഞാണ് എപ്പോഴും വരാറ്. അവിടെ നിൽക്കട്ടെ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ ആധിപത്യം സമ്പൂർണ്ണമാണ്. 70-80% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരാണ് നിയന്ത്രിക്കുന്നത്. എന്ന് മാത്രമല്ല, രാഷ്ട്രീയമായി നോക്കിയാൽ ഈ 2 ജില്ലകളിലെയും നിർണായക സ്വാധീനമുള്ള പാർട്ടി CPM ആണ്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഏത് തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കിയാലും, ലോക്സഭ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിയമസഭയും താഴോട്ടുള്ള തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കിയാലും, പാർട്ടി അധികാരത്തിലായാലും അല്ലെങ്കിലും നിർണായക സ്വാധീനം CPMനായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്താണ്? പതിറ്റാണ്ടുകളായി കേരള CPMന്റെ നിയന്ത്രണം കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ്. ഇപ്പം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ മുഖ്യമന്ത്രി കണ്ണൂരിൽ നിന്ന്, പാർട്ടി സെക്രട്ടറി കണ്ണൂരിൽ നിന്ന്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ എത്ര? EP ജയരാജൻ, എം വി ഗോവിന്ദൻ, KK ശൈലജ, പിന്നെ PK ശ്രീമതി, ഇത്രയും പേര് അവർ. അതുകൂടാതെ സംസ്ഥാന കമ്മിറ്റി ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷം ആളുകൾ, അല്ലെങ്കിൽ കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ പാർട്ടിയാണ്. ആ ഈറ്റില്ലങ്ങൾ അടങ്ങുന്ന ആ ജില്ലകളിൽ ചെന്ന് പാർട്ടിയുടെ സമുന്നതനായിട്ടുള്ളൊരു നേതാവ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം വെച്ചാൽ പറഞ്ഞത് വേറെ എവിടെയെങ്കിലും തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും ഒരു ജില്ലയിലല്ല. ത്രിപുരയിലെയും ബംഗാളിലെയും തകർച്ചയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം പാർട്ടി തകരും. കേരള ഘടകത്തിന് ഉള്ള മുന്നറിയിപ്പാണിത്. അതായത് 2 കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. 2, കേരള ഘടകത്തിന് പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ മുന്നറിയിപ്പാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് കേരള ഘടകത്തോട് പാർട്ടി പോളിറ്റ് ബ്യൂറോ പറഞ്ഞിട്ടുള്ളതാണ്. എന്താ പോളിറ്റ് ബ്യൂറോ പറയുന്നത്? ത്രിപുരയിലെയും ബംഗാളിലെയും തകർച്ചയിൽ നിന്ന് ഉൾക്കൊണ്ടില്ലെങ്കിൽ തിരിച്ചു വരാൻ കഴിയാത്ത വിധം പാർട്ടി തകരും. അപ്പോൾ അതിനകത്തൊരു കൃത്യമായൊരു മെസ്സേജുള്ള എന്താ? ത്രിപുരയിലും ബംഗാളിലും ഇനി തിരിച്ചു വരവ് ഏതാണ്ട് അസാധ്യം. ഇതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ത്രിപുരയും ബംഗാളും നമ്മൾ എടുത്ത് നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത്? തുടർച്ചയായി പതിറ്റാണ്ടുകൾ ഭരിച്ച 2 സംസ്ഥാനങ്ങളാണ് ത്രിപുരയും ബംഗാളും. ത്രിപുരയിൽ ഇത്തവണ 2 സീറ്റിൽ മത്സരിച്ചപ്പോൾ 3.5 ലക്ഷത്തിനും 4 ലക്ഷത്തിനും വോട്ടിനൊക്കെയാണ് തോറ്റത്. 75% വോട്ട് BJPക്ക് കിട്ടി, 25% CPM കിട്ടിയുള്ളൂ. 10-30 വർഷം അവിടെ ഭരിച്ചതാണ്. ബംഗാൾ എടുത്ത് നോക്കിയാലോ, 2011 പോയ പിന്നെ ബംഗാളിൽ 2024 തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. 2011 പോകുന്നതിന് മുമ്പ് 5 തവണ 50%-ലധികം വോട്ട് നേടി അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ 2011 പോയി, 2016 പോയി, 2019 പോയി, 2024 പോയി, 2021 പോയി. അപ്പോൾ 3 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ബംഗാളിൽ പോയി. ഇത്തവണ 7 സീറ്റിൽ മത്സരിച്ചു. ചെറുപ്പക്കാരാണ് മത്സരിച്ചത്. 1 സീറ്റെങ്കിലും ജയിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? 2 സീറ്റിലാണ് ആകെ കെട്ടിവെച്ച കാശ് പോലും കിട്ടിയത്.
അപ്പോൾ ഈ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബംഗാളിലും ത്രിപുരയിലും ഇനി ഏതാണ്ട് തിരിച്ചു വരില്ല എന്ന് പാർട്ടി പോളിറ്റ് ബ്യൂറോ തന്നെ വിലയിരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് അയാളുടെ ഒരു പ്രധാനപ്പെട്ട വാചകമായിട്ട് നമ്മൾ കാണേണ്ടതാണ്, വിശേഷിച്ചൊന്നും ചെയ്യാതെ CPM കേന്ദ്രങ്ങളിൽ BJP ഉണ്ടാക്കിയ മുന്നേറ്റം. നമ്മൾ ഇതൊന്ന് വിശകലനം ചെയ്യണം. ഇന്നലെ ഷാജഹാൻ അത് പറയുകയും ചെയ്തു. അതായത് ബൂത്ത് ഏജന്റന്മാർ പോലും ഇല്ലാത്ത ഇടങ്ങൾ ഉണ്ടായിരുന്നു BJPയുടെ, അവിടെ പോലും. അതെ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട എക്സർസൈസ് ചെയ്ത് വിജയനോട് പറഞ്ഞത്, അതായത് കണ്ണൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള മട്ടന്നൂരിലും പിന്നെ എവിടെയാണ് ധർമ്മടത്തുമാണ്. മട്ടന്നൂരിൽ 50,000 വോട്ടിന് പിണറായി വിജയൻ 2021 ജയിച്ചു. 60,000 വോട്ടിന് KK ശൈലജ എവിടെ ജയിച്ചു? മട്ടന്നൂരിലും ജയിച്ചു. അതെ, കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. ധർമ്മടത്താണെങ്കിൽ 50,000-ൽ നിന്ന് ഇപ്പോൾ 2,600 തീരുമാനത്തിലേക്ക് ഭൂരിപക്ഷം വന്നു പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ. അവിടെ 2021 താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ 400,000 വോട്ടിന് കുറവാണ് വന്നത്. ഇത് തന്നെയാണ് എവിടെ വന്നത്? മട്ടന്നൂർ വന്നത്. പയ്യന്നൂരും പിന്നെ കല്യാശ്ശേരിയും അവിടെയൊക്കെ തന്നെ വലിയ വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അത് മാധ്യമങ്ങളിൽ വരെ വരികയും ചെയ്തതാണ്. അതായത് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ചില വിപ്ലവ കേന്ദ്രങ്ങളുണ്ട്. വളരെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ കണ്ണൂർ. അവിടെയെല്ലാം തന്നെ സമ്പൂർണ്ണമാണ് CPMൻ്റെ സ്വാധീനം. അവിടെ ഒരു 10-25% ബൂത്തുകളിൽ കോൺഗ്രസിൻ്റെയും BJPയുടെയും ബൂത്ത് ഏജന്റന്മാർക്ക് പോലും പ്രവേശനമില്ലാത്ത സ്ഥലമാണ്. അവിടങ്ങളിൽ പോലും BJPക്ക് വോട്ട് വരുന്നു. പാന്തൂർ എന്ന് പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റി, അവിടെ കോൺഗ്രസും എന്ന് പറഞ്ഞ സാധനം BJP ഒന്നും ഇല്ല. അവിടെ കയറാൻ പറ്റില്ല, കയറിയ കൈകാലത്തിലും. അവിടെ പോലും ഏതോ ബൂത്തിൽ ഏതാണ്ട് 500-600 വോട്ട് കൂടുന്നു. അടുത്തത് ഈ അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമം ഉണ്ടാവണമെന്നാണ്. അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമം ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ അടിസ്ഥാന വിഭാഗങ്ങൾ പോയി എന്നാണ്. അടിസ്ഥാന വിഭാഗങ്ങൾ പോയി എന്ന് പോളിറ്റ് ബ്യൂറോ വിലയിരുത്തുന്നു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും ഹിന്ദു വോട്ടും പോയതുകൊണ്ടാണ് തോറ്റത് എന്നുള്ള വാദഗതി എടുത്ത് ചവിട്ടോട്ടെ കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിത്രയാണ് പിന്നെ ആര് പറഞ്ഞത്? പ്രകാശ് കാരാട്ട് പറഞ്ഞത്. ഇനി ഗോവിന്ദൻ എന്താ പറയുന്നത്? ഗോവിന്ദൻ പറയുന്നത് എന്താണ്? പ്രകാശ് കാരാട്ട് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒരു തിരുത്തിയാൽ പോരാ, അത് ജനത്തിന് ബോധ്യമാകുകയും വേണം എന്ന് പറഞ്ഞാൽ ഈ നിയമത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്, നീതി നടപ്പാക്കിയാൽ പോരാ, നീതി നടപ്പാക്കിയെന്ന് ജനങ്ങൾക്ക് ബോധ്യമാകുകയും ചെയ്യണം എന്ന് പറഞ്ഞ സാധനമുണ്ട്. തിരുത്തലിന് ഓരോ സഖാവും തയ്യാറാവണം. നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളാവരുത്. എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാവണം. അയാളും പറഞ്ഞു ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം ഉൾക്കൊള്ളണം. അപ്പം ഇതിൽ നിന്ന് അതിനകത്ത് വേറൊരു കാര്യം കൂടെ കൂട്ടി വായിക്കണം. BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചെത്തിക്കാൻ കഠിന പരിശ്രമം വേണം. അപ്പം ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതിൻ്റെ ഒരു ലോജിക്കൽ എക്സ്റ്റൻഷനാണ്. എന്താണ്? ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ ആ വിഷയങ്ങളിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? കാരണം ഇതെല്ലാം നടന്നതിന് കാരണം BJP വോട്ട് ചുമ്മാ അങ്ങോട്ട് പോകില്ല, അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ട് വെറുതെ അങ്ങോട്ട് പോകില്ല, പിന്നെ തെറ്റുതിരുത്താതെ വെറുതെ ആളുകൾ മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനൊക്കെ ചാലകശക്തി ഒരാളായിരിക്കണമല്ലോ. ആ ചാലകശക്തിയിലേക്കാണ് ഇത് ഓരോ സ്റ്റെപ്പിലും കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൊള്ളെടുത്ത് കൊള്ളുന്നുണ്ട്. അല്ല, കൊള്ളെടുത്ത് കൊള്ളുന്നതിൻ്റെ അല്ല, ഓരോ സ്റ്റെപ്പിലും പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വം എടുക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും പിണറായി വിജയൻ കൂടുതൽ പ്രതിസ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ട്, ഇപ്പോൾ ഉയർത്തുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഉയർത്തുന്ന ഈ വാദഗതികൾ, പാർട്ടി കേന്ദ്ര നേതൃത്വം ഉയർത്തുന്ന ഈ വാദഗതികൾ അതിരൂക്ഷവും അതിഗുരുതരവുമാണ് എന്നുള്ളത് നമ്മൾ കാണണം. ഒന്നെന്താണ്? ബംഗാളിലെയും ത്രിപുരയും പോലെ തിരിച്ചു വരില്ല എന്ന് പറയുമ്പോൾ ബംഗാളിലെയും ത്രിപുരയിലെയും വഴിയിലാണ് പാർട്ടി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനർത്ഥം. ഒന്നാമത്തെ കാര്യം കൈവിട്ടു പോയി എന്നുള്ളത്. ഏതാണ്ട് ഞാൻ പറഞ്ഞ ആ വഴിയിലാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ എന്താണ്? BJPക്ക് ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും BJP ഇടത് കൂടി. 3, അടിസ്ഥാന വർഗ്ഗങ്ങൾ വിട്ടു. ഇത് മൂന്നുമാണ് 3 വാചകത്തിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞിരിക്കുന്നത്.
ഈ മൂന്ന് വാചകങ്ങൾക്കിടയായിട്ടുള്ള സംഭവ വികാസങ്ങളും സ്വന്തമായിട്ടുണ്ടാവില്ല. അതിനാരെങ്കിലും ഉത്തരവാദിയാണ്? സ്വാഭാവികമായും ഇതിലൂടെ പറയാതെ കേന്ദ്ര നേതൃത്വം പറഞ്ഞു വെക്കുന്നത് എന്താണ്? പിണറായി വിജയ, നിങ്ങളാണ് ഇതിനുത്തരവാദി. അത് ഈ അധികാര കേന്ദ്രം, സഖാക്കൾ അധികാര കേന്ദ്രമാകുന്നു എന്ന് പറയുന്നത് വായിച്ചെടുക്കാം. അല്ല, അതുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി 3 ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. ഈ 3 ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളും എവിടെയാണ് ചെന്ന് എത്തിക്കുക എന്നും പറയുന്നു. എന്താണ്? ഇത് അങ്ങ് പോവുകയാണ്, ഇത് പോയാൽ പിന്നെ ഇത് വരില്ല. അപ്പോൾ ഇത് പോയാൽ തിരിച്ചു വരാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന് പറയുമ്പോൾ ആരാണ് കൊണ്ടെത്തിച്ചത്? പിണറായി വിജയൻ മാത്രമല്ല, പാർട്ടി നേതൃത്വവും കൂടിയാണ്. സ്വാഭാവികമായും അതിൻ്റെ ലോജിക്കൽ എക്സ്റ്റൻഷൻ എന്താണ്? ഈ 3 ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച പിണറായി വിജയനും പാർട്ടി നേതൃത്വവും അവിടെ തുടരില്ല എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത എക്സ്റ്റൻഷൻ. അതിനി നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പം ഇപ്പം എന്താ ശരിക്കും സംഭവിച്ചത്? ഫസ്റ്റ് സ്റ്റെപ്പ്, ആ മിഷൻ ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ്. എന്താണ്? കൃത്യമായിട്ടുള്ള കുഴപ്പങ്ങൾ എന്താണ് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. 2, കുഴപ്പങ്ങൾക്ക് ഉത്തരവാദി ആരാണെന്നും പറയാതെ പറഞ്ഞിരിക്കുന്നു. ഇനി അത് ഈ പാർട്ടിയെ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ വേ ഔട്ടും ആയിരിക്കും പാർട്ടി നേതൃത്വം മാറുകയും ചെയ്യും. ഒരു കാര്യവും കൂടി സൂചിപ്പിക്കാനുള്ളൂ എന്നുള്ളത് ഞാൻ ഇന്നലെ പറഞ്ഞു. പിണറായി വിജയനെതിരെ നടപടി എന്നുള്ളത് അതിലേക്ക് പോയാലും അത്ഭുതമില്ല. കാരണം ഇപ്പോൾ 80കളുടെ മധ്യത്തിൽ MP രാഘവൻ പിന്നെ ബദൽ രേഖ അവതരിപ്പിച്ച് പോയി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇതിനേക്കാൾ വളരെ 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 ലളിതമായിട്ടുള്ള കുറ്റങ്ങളാണ് ചെയ്യുന്നത്. എന്താണ് ശരിക്കും വന്ന് MP രാഘവൻ ചെയ്തത്? മുസ്ലിം ലീഗിനോടുള്ള പാർട്ടിയുടെ സമീപനം എന്തായിരിക്കും? അതിൽ അയാളൊരു ബദൽ രേഖ കൊണ്ടുവന്നു, അയാൾ പുറത്തു പോയി. പക്ഷേ ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം എന്നേക്കുമായി പാർട്ടി ഇല്ലാതാകുന്ന കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഭീകരമായിട്ടുള്ള സ്ഥിതിയാണ്. എന്ന് മാത്രമല്ല, പോകുന്ന വോട്ടുകൾ BJPയിലേക്ക് കൂടിയാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഇതിനപ്പുറത്ത് ഈ പറഞ്ഞില്ല, ഈ നിയമത്തിലൊക്കെ പറഞ്ഞാൽ ഹീനിയസ് ക്രൈം എന്ന് പറയുന്നത് പോലെ ഇതിനപ്പുറത്ത് 3 വലിയ കുറ്റങ്ങൾ നടക്കാനില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ കുറ്റം ചെയ്ത ആൾക്കാരെ നടപടി എടുക്കാതിരിക്കാൻ ഈ പാർട്ടിക്ക് കഴിയില്ല. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി വിജയനെതിരായിട്ട് ഇപ്പം നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ പിണറായി വിജയനെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം. BJPയിലേക്കാണ് ഈ വോട്ട് അത്രയും പോകുന്നതെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിമർശനം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ KC അല്ലായിരുന്നുവെങ്കിൽ അവിടെ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അത് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആലപ്പുഴ ചെന്നപ്പോഴത്തേക്കും പാർട്ടി സഖാക്കൾ കടിച്ചു പിടിച്ച് ഞങ്ങൾ താമരയിൽ കുത്തിയെന്നാണ് പറയുന്നത്. മനസ്സിലായി? അപ്പം അത് പോയത് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ സംബന്ധിച്ച് അതിനെക്കുറിച്ചിട്ടൊക്കെ എനിക്കറിയില്ല. അതൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഇത്തവണ CPMൽ നിന്ന് ലക്ഷക്കണക്കിന് വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പോക്കിൽ BJPക്ക് 1% പോലും പങ്കില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്വം പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ കാരണം കൊണ്ടാണ് ഇവർക്കെല്ലാവർക്കും ഇത്രയും വോട്ട് കിട്ടിയിട്ടുള്ളത്. അല്ല, ഗാലറിയിൽ കളി കണ്ട് അബ്സല്യൂട്ട്ലി അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പം യഥാർത്ഥത്തിൽ പിന്നെ സുരേന്ദ്രനെ ഒന്നുകൂടി BJP പ്രസിഡന്റാക്കി നിലനിർത്താൻ ശ്രമിക്കുകയല്ല വേണ്ടത്. BJP മൊത്തമായി തന്നെ പിണറായി വിജയന് നന്ദി പറയുകയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു 10-25% നന്ദി ആരിഫ് മുഹമ്മദ് ഖാനും കൊടുക്കണം. ഇവർ രണ്ടുപേരും നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് BJPക്ക് വോട്ട് കിട്ടിയത്. അല്ലാതെ BJPയുടെ ഒരു നേതാവും ഇത്രയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഏജന്റുമാരും ഇല്ലാത്ത ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ അതുകൊണ്ട് അതൊരു വശത്ത്. മറുവശത്ത് ഈ പോകുന്ന പോക്ക് ഇനിയിപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടം എന്താ വിജയനാഥേ? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്, എന്നാലും കോൺടെക്സ്റ്റിൽ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്തുകയാണ്. അതെ, ഇനി ഇപ്പം എറണാകുളം മേഖലാ യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ അതെ, കൊല്ലത്ത് നടക്കും. അപ്പം ഇതിനകത്തൂടെയൊക്കെ നടക്കുന്നത് എന്താണെന്നറിയോ? ഇതിനകത്തൂടെയൊക്കെ നടക്കുന്നത് ഒരു അജണ്ട സെറ്റ് ചെയ്യലാണ്. ഇതിനകത്തൂടെ നടക്കുന്നത് ഏത് വഴിയിൽ ഇത് പോകണം എന്നുള്ള ഒരു പാത, ഒരു ദിശ രൂപീകരിക്കലാണ് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ തുടക്കം മുതലേ പറഞ്ഞു. അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു ദിശ രൂപീകരിച്ചു. ഭരണവിരുദ്ധ വികാരമാണ്, അടിസ്ഥാനങ്ങൾ ഇത് പോയി, BJP പോയി എന്നൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അനുരണനങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായത്.
ഇപ്പോൾ ഉദാഹരണത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ്റെ വാദഗതികളാണ് പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിരുന്നതെങ്കിൽ അതിനനുസൃതമായിട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വരും. മനസ്സിലായോ? ഇവിടെ എന്ത് സംഭവിച്ചു? സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയൻ്റെ വാദഗതി പൂർണ്ണമായി തള്ളി അതിൻ്റെ റിപ്പോർട്ട് സെക്രട്ടേറിയറ്റിലെ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നവന്മാർക്ക് ദിശ മനസ്സിലായി. അവർ ശക്തമായി വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു? അതിനെ തുടർന്ന് മേഖലാ യോഗങ്ങൾ കൂടി. മേഖലാ യോഗത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ തന്നെ ഈ ചർച്ചയ്ക്ക് എന്താണോ വിഷയീഭവിക്കേണ്ടത് അതങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ്. ബംഗാളിലും ത്രിപുരയിലും പോയാലും തിരിച്ചു വരില്ല, പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ പോയി, BJPയുടെ വോട്ടുകൾ പോയി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും അതിന്മേലായിരിക്കും അവിടെ നടക്കുന്ന ചർച്ച നടത്തുന്ന ആളുകൾ മുഴുവൻ അതിന്മേലായിരിക്കും കയറി പിടിക്കുക. ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? കണ്ണൂരിൽ ഇത് അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇതേ അജണ്ടയിൽ തന്നെ ആയിരിക്കും എറണാകുളത്തും പോവുക. കുറച്ചുകൂടി രൂക്ഷമായിരിക്കും, കാരണം ആളുകൾക്കൊരു ധൈര്യമായി. ഇത് തന്നെ കൊല്ലത്തും പോകും. മനസ്സിലായി? അപ്പം അവിടുന്നൊക്കെ വിമർശനങ്ങൾ അതിശക്തമായി വരും. ആ വിമർശനങ്ങളുടെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഇനി സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ട് ഈ രേഖ സമ്പൂർണ്ണമാക്കി അത് റിപ്പോർട്ടാവുകയാണ്. ആ റിപ്പോർട്ട് താഴോട്ട് പോകുമ്പോൾ ഞാൻ പറയാം, താഴോട്ട് പോകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ തീപിടിക്കും ചർച്ചകൾക്ക്. കാരണം കഴിഞ്ഞ 8-10 വർഷമായി ഇയാളുടെ അപ്രമാദിത്വമായിരുന്നു, ഇയാളുടെ താൻ പ്രമാദിത്വമായിരുന്നു, ഇയാളുടെ ഏക ഛത്രാധിപത്യമായിരുന്നു. ഇയാൾ എന്ത് ചെറ്റത്തരം, വേറെ വാക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല, എന്ത് ചെറ്റത്തരം ഇയാൾ കാണിച്ചാലും അത് ഇങ്ങനെ തൊഴുകയോടെ നടപ്പിലാക്കുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ പാർട്ടി അണികൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ പാർട്ടി അണികൾ അങ്ങ് പൊട്ടിത്തെറിക്കും. ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ പോലെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. താഴോട്ട് ഏരിയ കമ്മിറ്റിയിലേക്ക് പോകുമ്പോഴത്തേക്കും കൂടും, അത് ബ്രാഞ്ച് കമ്മിറ്റി ചെല്ലുമ്പോൾ അതിനേക്കാൾ ഭീകരമായി കൂടും. അങ്ങനെ ഭീകരമായി കൂടി ഈ വോൾക്കാനോയിൽ നിന്ന് ഈ ലാവ തിളച്ച് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിളച്ച് നിൽക്കുമ്പോഴാണ് അടുത്ത പാർട്ടി സമ്മേളനത്തിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ തിളപ്പുണ്ടല്ലോ, ഈ ചോരത്തിളപ്പ്, അത് അവിടെയും പൊട്ടിത്തെറിക്കും. ഇത് നേരെ ബ്രാഞ്ച്, കാരണം ഇവരാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പം മുകളിൽ നിന്ന് താഴോട്ടാണ് ഇത് ഒലിച്ചിറങ്ങിയെങ്കിൽ ഇനി താഴേന്ന് മുകളിലേക്ക് ഇതങ്ങോട്ട് ഒലിച്ച് കയറാൻ തുടങ്ങും. മനസ്സിലായോ? അത് ശരിക്കും ഈ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ടും പിണറായി വിജയനെതിരായിട്ടുമുള്ള വലിയൊരു സുനാമി ആയിട്ട് അത് ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും ഏരിയ കമ്മിറ്റിയിലേക്കും ജില്ലാ കമ്മിറ്റിയിലേക്കും വന്ന് അതൊരു വലിയ പൊട്ടിത്തെറിയായി സംസ്ഥാന സമ്മേളനത്തിൽ വരികയും സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയനെതിരെ നടപടി പോലുള്ള സാധനങ്ങൾ വരിക, പാർട്ടി സംസ്ഥാന നേതൃത്വം പൂർണ്ണമായി മാറുക, ഈ നിലയിലേക്ക് അത് വന്നെത്തും എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചന. എന്ന് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ സ്വാഭാവികമായി ഉണ്ടായൊരു സാധനമല്ല. ഇത് പാർട്ടി കേന്ദ്ര നേതൃത്വം കൃത്യമായി ആലോചിച്ചുറച്ച് കൊടുക്കുന്ന ഒരു രീതിയാണിത്. മനസ്സിലായി? ഈ രീതിയിലാണ് ഈ സാധനം വരാൻ പോകുന്നത്. ഇത് അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ പിണറായിനെതിരെ നടപടിയിലേക്ക് പോയാൽ പോലും അത്ഭുതപ്പെടാനില്ല. പാർട്ടി നേതൃത്വം പരിപൂർണമായി മാറുന്ന ഒരു നിലയിലേക്ക് പോയാലും ഒരത്ഭുതത്തിനും അവകാശമില്ല. പക്ഷേ അതുകൊണ്ട് പാർട്ടി എത്രത്തോളം തിരുത്തപ്പെടും എന്നുള്ള കാര്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത്, അത് വേറെ കാര്യം. പക്ഷേ ഈ ലീഡർഷിപ്പും മാറും, പിണറായി വിജയനും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ ലീഡർഷിപ്പ് മാറുമ്പോൾ ഇപ്പോൾ പാർട്ടിയെ തിരുത്താൻ നടക്കുന്ന തോമസ് ഐസക്കും ബേബിയും പോലും ആ സ്ഥാനങ്ങളിൽ ഉണ്ടാവുമല്ലോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് വികാരം അണികളുടെ ഇടയിൽ ഈ ലീഡർഷിപ്പിനെതിരെയുണ്ട്. അപ്പം താഴെത്തട്ടിലുള്ള അണികൾക്കിടയിലുള്ള ലീഡർഷിപ്പിനെതിരായിട്ടുള്ള വികാരത്തിൽ ബേബിയും ഐസക്കും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരൊക്കെ നിൽക്കുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. മനസ്സിലായി? പക്ഷേ ഈ വികാരം അതിൻ്റെ പരകോടിയിലായിരിക്കും അടുത്ത സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുക എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.